കണ്ടുമുട്ടിയ എല്ലാവർക്കും ശുശ്രൂഷ രംഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പകർന്നു കൊടുത്ത എല്ലാ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇന്നോളം ഇവരെ പരിപാലിച്ചു വളർത്തിയ ഈ കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഒത്തിരി പേർക്ക്, എന്നാൽ ജീവിതത്തിൻ്റെ ഈ ശുശ്രൂഷയിലൂടെ തന്നെ ഒരുപാട് പേർക്ക് കർത്താവിൻ്റെ കരുണയും സ്നേഹവും പകരുവാൻ ഇവരെ ഒരു ഉപകരണമാക്കിയല്ലോ. ഇവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം. രണ്ടുപേരും സർവീസിൽ നിന്ന് വിരമിച്ചതും മെയ് മാസത്തിലാണ്. രണ്ടുപേരുടെ ജന്മദിനം വരുന്നത് മെയ് മാസത്തിലാണ്. ഇവരുടെ വിവാഹ വാർഷികം വരുന്നത് മെയ് മാസത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടും ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിനം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവരുടെ കുടുംബം മാത്രമായിട്ട് അത് ആഘോഷിക്കാതെ ഇവിടുത്തെ മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒക്കെ ആയിട്ട്, ഈ സഹോദരങ്ങളൊക്കെ ആയിട്ട് അത് ആഘോഷിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്തരമായ സ്നേഹം തന്നെയാണ്. പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹത്തിന്റെ അടയാളം തന്നെയാണ്. ഏതായാലും ഈ ദിനത്തിൽ ഇവർക്ക് എല്ലാവർക്കും കാരുണ്യ സംഘവേദിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് കേക്ക് മുറിക്കുന്നതിനായി ഇവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. കരസംഘി പ്രവർത്തകരെ, മറ്റു സഹപ്രവർത്തകർ, ആദ്യമായി തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന റാണി ടീച്ചർ, അതുപോലെ തന്നെ റാണി ടീച്ചറും ലോറൻസുമായി വിവാഹിതരായിട്ട് 36 വർഷം കഴിയുകയാണ്. അതിനും ആദ്യമായി ആശംസകൾ നേർന്നു കൊള്ളുകയാണ്. ലോറൻസിൻ്റെ കുടുംബമായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ആവശ്യം. ഇപ്പോൾ ടീച്ചർമാരുടെ കാര്യങ്ങൾ പറയുമ്പോഴേ ഞാൻ ഓർക്കുന്നത് ഗാന്ധിജിയുടെ വിദ്യാർത്ഥി കാലത്ത് മെയ് മാസം വണക്കത്തിൻ്റെ മാസമാണ്, മാതാവിൻ്റെ മാസമാണ്, അതുപോലെ പൂക്കളുടെയും സുഗന്ധങ്ങളുടെയും മാസമാണ്. ഈ ഒരു കുടുംബം സമൂഹത്തിനും എല്ലാവർക്കും, കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും സുഗന്ധവും ഐശ്വര്യവും സ്നേഹവും വാരി വിതറി മുന്നോട്ട് പോകുന്ന ലോറൻസ് സാറിന്റെ കുടുംബത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ദൈവത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും നേരുന്നു. നമ്മളോട് സംസാരിക്കുമ്പോഴേ വീട്ടിലെ വിശേഷാർച്ചന എന്താണ്, ഇപ്പൊ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ കലേഷൻ എന്ന് പറയുന്നത് പിള്ളേരുടെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഈ മോനെടുത്ത് ഇപ്പൊ ഉണ്ടാവും ഭൂരിപക്ഷം. അപ്പൊ അവൻ പറയണ എന്താണെന്നറിയോ, നമ്മളുടെ ആരെങ്കിലും സ്വന്തം ആരെങ്കിലും വിളിക്കണ പോലെ തന്നെയല്ലേ വിളിക്കണത് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്കതൊരു ഒഫീഷ്യലായിട്ട് ഇത് തോന്നാറില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് സാർ നമ്മളെ കണക്കാക്കി മുന്നോട്ട് പോകുന്നത്. അപ്പൊ സാറിന്റെ വീട്ടിൽ ഒരാഴ്ച കൊണ്ട് 3 പരിപാടി വന്നത്. ഇപ്പൊ ഇന്ന് സാറിന്റെ വൈഫിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ വിഷ് ചെയ്തായിരുന്നു. അപ്പൊ എന്നാലും ഇനി ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി കുടുംബത്തിലൂടെ മുന്നോട്ട് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ സാറിന്റെ വൈഫിന് ആശംസകൾ നേരുന്നു. കാരുണ്യ സംഘവേദി എന്ന് പറഞ്ഞൊരു സംഘടനയുമായിട്ട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി, അതിനോടൊപ്പം ഇഴകി ചേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിൽക്കി ഞങ്ങളോട് ഇവിടുത്തെ പല കാര്യങ്ങൾ വന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് സാറിൻ്റെ അതിനുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി മനസ്സിലാക്കുവാനും അതിനകത്ത് അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ മനസ്സിലാക്കുവാനും സാധിച്ചു. ഏതായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾ ടീച്ചറിനെ വളരെ കുറച്ച് കാലത്ത് അല്ലെങ്കിൽ സാറിനെ പരിചയപ്പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും സദാ ചിരിക്കുന്ന ഒരു ടീച്ചർ, എന്ത് പറഞ്ഞാലും ചിരിക്കുന്ന ഒരു ടീച്ചർ. അതായത് ഞാനൊക്കെ പലപ്പോഴും ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ ടീച്ചറിനോട് 1-2 പ്രാവശ്യം യാത്രയൊക്കെ പോകുമ്പോൾ ടീച്ചറിൻ്റെ ഒരു ചിരി ഭയങ്കരമായ ഒരു എനർജിയാണ്. ചിലപ്പോൾ അതായിരിക്കാം ഇവരുടെ 36 വർഷത്തെ ദാമ്പത്യത്തിന് സാറെന്ന് പറയുന്ന ജോലി സമയത്ത് ഒരു കർക്കശക്കാരനായിരിക്കാം, വീട്ടിൽ വന്ന് കയറുമ്പോൾ ടീച്ചറിൻ്റെ ചിരിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വളരെ ഭംഗിയായി ഇത്രയും കാലഘട്ടം മുമ്പോട്ട് കൊണ്ടുപോകും.
വിവാഹ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതാണ് ബർത്ത്ഡേയുടെ ആശംസകൾ പ്രത്യേകം നേരുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിന് കാലുവെച്ച പുള്ളി ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് പുള്ളിയുടെ ജീവിതം തന്നെ കാരുണ്യ പ്രവർത്തനം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കഷ്ടപ്പാട് പറഞ്ഞ കാലഘട്ടത്തിലൂടെ ഒരു മകൻ്റെ ഓർമ്മകൾ കടന്നു പോവുകയാണ്. എന്നമ്മയ്ക്ക് ഈ കവിത ചിലപ്പോൾ ഞാൻ മറന്നു പോകും. ഭൂതകാലത്തിൻ വിഫലതകളിൽ നിന്നു വരുന്നു അമ്മതൻ രൂപം, വെളിഞ്ഞ ദേഹവും നിറയെ പ്രാരാബ്ധവുമത് അകാല വൈധവ്യത്തിൻ ബാക്കി പത്രമോ. പ്രിയതമയുടെ വിയോഗം ഒരിടത്തിയായി മനസ്സിൽ ഭീതി വിടർത്തിയാടവേ. ജീവിതം തന്നെയും ഒരു വലിയ ചോദ്യചിഹ്നമായി നിലകൊള്ളവേ. വല്ലാതെ നൊന്ത് അമ്മ തൻ ഹൃദയവും. ഇല്ല ഞാൻ തോൽക്കില്ല, വിടില്ല ഞാനും മക്കളെ നാടത്വത്തിൻ പടുകുഴിയിൽ. ഒറ്റും ഞാൻ വരെ വളർത്തും എന്നാൽ കഴിയും വിധം എൻ മനവും ഒരു നാൾ വരെ. പിന്നീട് നിന്നില്ല ഭയന്നില്ലൊന്നിനെയും വേറെ ചെന്നെത്തി ചട്ടുവഴി താഴുന്നില്ല. അന്തിയാവോളം പണിയെടുത്തു ചാരിക്കും നാട്ടിനൊപ്പം അഷ്ടിക്കുക നേടി. ഒപ്പം കൈവെള്ളയിൽ ചോരത്ത് നപ്പം സ്നേഹമായിരുന്നല്ലമ്മ ത്യാഗത്തിൻ മൂർത്തി ഭാവവും. മക്കളുടെ രക്ഷകനും കാവൽ മാലാഖയും. ദുഃഖത്തിൻ നേരത്തും വെള്ളിടി വെട്ടുമ്പോഴും ഒപ്പം നിന്നമ്മ ഒരു രക്ഷാ കവചമായി. മക്കൾ വളർന്നു തളിർത്തു കാലം കഴിഞ്ഞിടവേ. അമ്മയ്ക്കു ദുഃഖത്തിൽ ശാപമോക്ഷവും തന്നില്ല വിധി കൊണ്ടുപോലമ്മയെ. നിനച്ചിരി എത്തൊരു വേളയിൽ ഒരു മെയ് മാസത്തിൽ നനഞ്ഞൊരു മധ്യാഹ്നത്തിൽ അമ്മ കൂടുവിട്ട് സ്വർഗം പൂവി. ഒരായുസ്സിൽ അനുഭവിച്ച യാതനകൾക്ക് മതിയായി എങ്കിലും പ്രിയർക്ക് തീരാവേദനയും. എൻ്റെ വീടൊഴിഞ്ഞു കിളിയില്ല കൂട് മാത്രം ജീവിത ബന്ധവും ൂരിരുട്ടും മാത്രം. എങ്കിലും ഉണ്ടെന്നമ്മ എന്നെ നയിക്കാനാ. എൻ മനസ്സിൻ ശ്രീകോവിലെ ഒരു തിരുനാളമായി തരളമാം സ്നേഹമായി. പിന്നെ ഒരു സുഖമുണ്ട്. കവിതയുടെ മനോഹാരിത കൊണ്ടും പിന്നെ അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു നോവുണ്ടായിരുന്നു എനിക്ക്. അത് സഹിക്കാൻ പറ്റാത്തൊരു നോവായിരുന്നു. നമുക്ക് പാട്ട് പാടുമ്പോൾ ഫലിപ്പിക്കുക, എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അത് പിള്ളേരിലേക്ക് എത്തിക്കുക. അതുപോലെ ഈ കവിത ടീച്ചർ ചൊല്ലിയതുണ്ടല്ലോ, വളരെയേറെ വളരെയേറെ ഫീൽ ചെയ്തു. മാവിൽ തട്ടി